വീട്ടിലോ പുതിയൊരു വരവ് തന്നെ ആസിഫലിയുടെ പറയാതിരിക്കും. അത്യാവശ്യം നല്ലൊരു ചേട്ടാ പടം കൊള്ളാം, കുഴപ്പമില്ല. ഒരു ത്രില്ലർ പടമാണ്, കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ത്രില്ലടിച്ചിരിക്കുക അതിനകത്ത്. അടുത്തിന് എന്താണെന്നുള്ളത് മൊത്തത്തിന് പടം ചിലപ്പോൾ എല്ലാവരും പറയാം ആവറേജ് ആയിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം പടം. നല്ല രീതിക്ക് ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. നല്ല ഇപ്പോൾ ഇവർ രണ്ടുപേരും ജോഡി നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും കൊള്ളാം. പുതിയൊരു കൂട്ടുകെട്ടം തന്നെ നമുക്ക് പറയാം. ഇടയ്ക്ക് വെച്ച് കുഞ്ചാക്കോ ഓവനും ബിജു മേനോനും ഒരു കൂട്ടുകെട്ട് നല്ലതായിരുന്നു. അതേപോലെ ഇവരെയും കൂട്ടുകെട്ട് നല്ലതാണ്. ക്രൈം ത്രില്ലർ എന്ന് വെച്ചാൽ സൂപ്പർ സസ്പെൻസ് ത്രില്ലറാണ്. ഒരു പോലീസ് അന്വേഷണം അത് തന്നെയാണ്. ഈ ടോവിനെ ഇടയ്ക്ക് ചെയ്ത പോലെ അങ്ങനത്തെ ഒരു പടം തന്നെയാണ്. ഒരു ഡീസൻറ്റ് പടം ബ്രോ. നല്ല അതായത് ഓവർ സസ്പെൻസോ കാര്യങ്ങളോ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ത്രില്ലടിച്ചിരുന്ന് കാണാനുള്ള സെറ്റപ്പല്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മീഡിയം രീതിയിൽ പതിഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. പൈസയ്ക്ക് നഷ്ടമൊന്നുമില്ല. ആസിഫ് അലിയുടെ അഭിനയം കൊള്ളാം, ബിജു മേനോൻ്റെ അഭിനയം കൊള്ളാം. എല്ലാം നല്ല ഡീസൻ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല കാണാൻ വേർത്താണ്. കൊള്ളാം, ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ലെവലാണ്. ബിജു മേനോനായാലും ആസിഫ് അലി ആയാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ഉണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സസ്പെൻസ് ആണ്. സെക്കൻഡ് പാർട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടമാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു പ്രതീക്ഷയില്ലാതെ പോയതാണ്. പ്രതീക്ഷയില്ലാതെ പോയതുകൊണ്ടായിരിക്കാം നല്ലൊരു മെസ്സേജാണ് പടം തന്നിരിക്കുന്നത്. അതായത് ക്രൈം ത്രില്ലറാണ്. ക്രൈം ത്രില്ലർ സൂപ്പർ. ദൃശ്യം പോലെ ഒരു മൂവിയാണ്. ദിനേശ് ബോധൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ബോയ് ആണ്. അയാളുണ്ടെങ്കിൽ പടം കിടുകയായിരിക്കും. പിന്നെ ബിജു മേനോൻ, ആസിഫ് അലിക്ക, ഇവർ തമ്മിലുള്ളൊരു കോംബോ സൂപ്പർ. ഒരാൾ സർക്കിളും ഒരാൾ SIയും. ആ സ്റ്റേഷനിലുള്ള സെറ്റ് എന്ന് വെച്ചാൽ അടിപൊളി. അനുശ്രീ ഇതിൽ മരണപ്പെട്ടു പോകും. ആ ഒരു സംഭവമാണ് ഈ ക്രൈം വരുന്നത്. പിന്നെ പോലീസുകാരനിൽ നിന്ന് ഒരു ക്രിമിനൽ ഉണ്ടാകുന്നത്. അത് ഉണ്ടാവാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡയറക്ഷൻ, ആ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ പടത്തിൽ ഈ പ്രേക്ഷകർക്ക് കാണാനായിട്ട് അത് എടുത്ത് കറക്റ്റ് വെച്ചു. അത് പോലീസുകാരനിൽ മക്കളുണ്ടാവുമ്പോൾ മക്കളെ നല്ല ഗുണത്തിൽ പഠിപ്പിക്കണം. നല്ല ഗുണത്തിൽ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. സ്വന്തം തന്തയ്ക്ക് ഒരുപാട് കുറ്റപ്പെടുത്താൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? തന്തേനായിപ്പോയില്ലേ. പുള്ളിയുടെ മകൻ മരിക്കുമ്പോൾ അതിനുള്ളൊരു പ്രതികാരം, അത് നമ്മുടെ ജനങ്ങളിൽ ആ ഒരു സിനിമ നല്ലൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആസിഫ് അലിക്ക വന്നിട്ടുണ്ട്. ഒരു വൻ തിരിച്ചുവരവും കൂടെയാണ്. ബിജു മേനോനെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല, അടിപൊളി കോംബോയാണ്. ഈ ആസിഫ് അലിഖാനെ ഇതേപോലെ നല്ല ഡയറക്ഷനും നല്ല സ്ക്രിപ്റ്റിങ്ങും കൊടുത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ടുവന്ന ഇക്ക പൊളിക്കുക തന്നെ ചെയ്യും. ഇക്കയ്ക്ക് വേണ്ടിയാണ് ഞാൻ അറിയാതെ ഒന്ന് ഡാൻസ് ചെയ്തു. ഞാൻ ഇനിയും കളിക്കും. ഇക്ക ഇത് റിവ്യൂ കാണുന്നുവെങ്കിൽ ഈ റിവ്യൂ എടുക്കാൻ പറയുന്ന ഈ ചാനലിലുള്ള എല്ലാ ബ്രോയ്ക്കും ഈ റിവ്യൂ അറിയുന്ന എല്ലാവർക്കും ഒരു ലൈക്ക്, ഒരു ഷെയർ ഇക്ക കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇക്ക അടിപൊളി സൂപ്പറായിരുന്നു. ഉമ്മ ആസിഫക്കായ്ക്കും ബിജു മേനോനും അടിപൊളിയായിട്ടുണ്ട്. ഉമ്മ എല്ലാവരും പറഞ്ഞു അടിപൊളി. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടതിനെ കാട്ടി ഇപ്പോൾ ഇറങ്ങിയതിൽ ഈ ഒരു 2 ആഴ്ചക്കകത്ത് ഇറങ്ങിയ പടങ്ങളിൽ ഇന്നലെ മമ്മൂക്കയുടെ പടം ഇറങ്ങി, അത് മാസാണ്. പക്ഷേ ഇത് ക്രൈം ത്രില്ലർ സൂപ്പറായിരുന്നു. ഒരു ലാഗ് പോലും ഇല്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. സൂപ്പറായിട്ട്